അനുവാദമില്ലാതെ പൊതുസ്ഥലത്ത് വെച്ച് ഒരാളുടെ ഫോട്ടോ പകർത്തി അത് ഷെയർ ചെയ്ത ആൾക്ക് അബുദാബി കോടതി വിധിച്ചിട്ടുള്ള ഈ ഒരു ശിക്ഷയെക്കുറിച്ച് നമ്മൾ അറിയണം. കാര്യം നമ്മൾ പല സ്ഥലത്ത് പോകുന്ന സമയത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളുടെ ഫോട്ടോ അയാളുടെ അനുവാദമില്ലാതെ എടുത്ത് പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ പരാതി നൽകിയ പരാതിക്കാരന് 45,000 ദിർഹം നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അബുദാബി കോടതി വിധിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ അയാളുടെ അനുവാദമില്ലാതെ കടന്നു കയറി എന്നതായിരുന്നു കുറ്റം. അതായത് ഈ പരാതിക്കാരനായിട്ടുള്ള വ്യക്തി ഒരു നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഫോട്ടോ എടുക്കുകയും അത് സ്നാപ്ചാറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് കേസായിട്ട് വരുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും ഒരു സാമ്പത്തിക പിഴ മാത്രമല്ല വരുന്നത്, ഇപ്പോൾ ഈ ഒരു പ്രതിയുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് റദ്ദ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളുകളാണ്, ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങാനും ഒരാളുടെ ഫോട്ടോ അത് ഷെയർ ചെയ്യപ്പെട്ടു പോയി അയാളെങ്ങാനും അത് കണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം നമുക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ പ്രോഗ്രാമുകൾ, കോഴ്സുകൾ തുടങ്ങുകയോ അത് പരസ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഇങ്ങനെ ചെയ്യുന്ന കമ്പനികൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ 1 ലക്ഷം ദിർഹം മുതൽ പിഴ ചുമത്തുമെന്നാണ് പറയുന്നത്. അനുമതിയില്ലാതെ ഇങ്ങനെയുള്ള കോഴ്സുകൾ, ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനം വഴി ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തിക പിഴ മാത്രമല്ല ഉണ്ടാവുക, ജയിൽ ശിക്ഷയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ തടയാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി കൂടുതൽ കർശനമാക്കുന്നത്. രാജ്യത്ത് അതിശൈത്യത്തിന് തുടക്കമായതായിട്ട് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജനുവരി 15 മുതൽ വരുന്ന ഒരു 26 ദിവസം തണുപ്പിന്റെ കാഠിന്യം വലിയ രീതിയിൽ കൂടും എന്ന് തന്നെയാണ് പറയുന്നത്. ശബാത്ത് സീസൺ എന്നറിയപ്പെടുന്ന തണുപ്പ് കൂടുന്ന ഒരു സീസണിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്.